ഈ ഒരു സ്പോട്ട് കണ്ടത് ഇത് നമ്മുടെ തൃശ്ശൂർ പാലക്കാട് ഹൈവേയിലെ ഒരു ബ്രിഡ്ജാണ് കേട്ടോ. ഇത് നമ്മൾ പലരും കണ്ടവരായിരിക്കും. പല കവാടങ്ങളായിട്ട് ഇതിനടിയിൽ കൂടെയാണ് നമ്മുടെ വണ്ടികളൊക്കെ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പാലമാണ് കേട്ടോ. ഇതിൻ്റെ മുകളിലൂടെ നമുക്ക് വേറൊരു സംഭവം വരുന്നുണ്ട്, അത് ഞങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ ഒരു സ്പോട്ട് വരുന്നത് പട്ടിക്കാട് ഭാഗത്തായിട്ട് നമ്മുടെ നാഷണൽ ഹൈവേയിൽ പട്ടിക്കാടിക്ക് തിരിയുന്ന വഴിയോട് അടുത്തായിട്ടുള്ള ഒരു ചുവന്ന മണ്ണ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് കയറാനുള്ള വഴി, നമുക്ക് ഇതിലേക്ക് ഈ ബ്രിഡ്ജിലേക്ക് കയറാനുള്ള വഴി എന്ന് പറയുന്നത്, അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ പാലക്കാട് റൂട്ടിലോട്ട് പോകുമ്പോൾ നമുക്ക് റൈറ്റിലോട്ട് കയറി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ ഈ പാലത്തിനടിയിലൂടെ ഒരു ചെറിയൊരു റോഡ് വരുന്നുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് അതിലേക്ക് എത്തിപ്പെടാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് നിർത്തിയിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമുക്ക് പാലത്തിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റും. ചുവന്ന മണ്ണ് അക്വഡക്റ്റ് പ്രോജക്റ്റ് എന്ന പേരിലാണ് കേട്ടോ ഇത് അറിയപ്പെടുന്നത്. ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാം. മുകളിൽ പാർക്കിംഗ് സൗകര്യം കുറവാണ് കേട്ടോ. താഴ്ഭാഗത്ത് പാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നടന്നു വരാം, മുകളിൽ പാർക്ക് ചെയ്യാം, പക്ഷേ സൗകര്യം കുറവാണ്. അപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗത്തൊക്കെ ആയിട്ട് ഒരു വീടൊക്കെ വരുന്നുണ്ട് കേട്ടോ. അവിടുത്തെ ചേച്ചി ചേട്ടനൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വേനൽക്കാലത്താണ് ശരിക്കും വരേണ്ടതെന്ന് പറയുന്നത് കേട്ടോ. ഇതിൻ്റെ മുകളിലൂടെയുള്ള കനാലിലൂടെ വെള്ളം ഒഴുകി പോകുന്നത്, ഫുള്ളായിട്ട് വെള്ളം ഒഴുകി പോകുന്നത് കാണെങ്കിൽ നമുക്ക് വേനൽക്കാലത്താണ് കേട്ടോ ഇവർ വെള്ളം എടുക്കുന്നത്. നമ്മൾ ഈ കാണുന്ന കനാല് കണ്ടില്ല, ഇതിലിപ്പോൾ വെള്ളം കുറവാണ് കേട്ടോ. ശരിക്കും നമ്മളിവിടെ വരേണ്ടത് വേനൽക്കാലത്താണ് കേട്ടോ. ഫുള്ളായിട്ട് വെള്ളം ഒഴുകി പോകുന്ന ഒരു കാഴ്ച, നമ്മുടെ ഹൈവേ ക്രോസ് ചെയ്തിട്ട് ഈ വെള്ളം ഈ കനാലിലൂടെ ഒഴുകി പോകുമ്പോൾ അതിൽ നീന്തലറിയാവുന്ന കുട്ടികൾ ചാടി കളിച്ച് അപ്പുറത്തെ സൈഡിൽ പോയി കയറുന്ന കാഴ്ചയൊക്കെ നമുക്ക് അതിമനോഹരമാണ് കേട്ടോ. ശരിക്കും നമ്മൾ വേനൽക്കാലത്തെ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ. ഇപ്പോൾ നമുക്ക് വെള്ളം കുറവാണ്. നമ്മൾ പിന്നെ ദാണ്ട ഇവിടെ വരുമ്പോൾ ഈ സൈഡിലൂടെ വരുമ്പോൾ നമുക്ക് ദാണ്ട ഈ ഗേറ്റ് കണ്ടില്ലേ, ഇത് എപ്പോഴും അടച്ചിട്ടിരിക്കുകയായിരിക്കും കേട്ടോ. നമുക്ക് കിടക്കണമെന്നുണ്ടെങ്കിൽ ഇത് ചാടി മറികടക്കണം കേട്ടോ. ഇത് കടന്നു പോകണമെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡിലൂടെ നമ്മൾ വരികയാണെങ്കിൽ നമുക്ക് അവിടെ ഓപ്പൺ ആണ്, നമുക്ക് അതിലേ കയറി വരാം കേട്ടോ. നമ്മുടെ ഹൈവേയുടെ സൈഡിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മൾ വണ്ടി ഒതുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലെ മുകളിലേക്ക് കയറി വരാം കേട്ടോ. ഇത് നമ്മൾ റൈറ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. അങ്ങനെ നമ്മൾ ഈ ഗേറ്റ് കടന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടത്തെ സൈഡിലായിട്ട് നമുക്ക് കൈവരി വരുന്നുണ്ട് കേട്ടോ. അതിലെ നമുക്ക് കനാലിൻ്റെ തിണ്ടിലൂടെ ഒരു നടപ്പാത പോലെ നമുക്ക് നടന്ന് നീങ്ങാം മുന്നിലോട്ട്. വലത്തെ സൈഡിലാണെന്നുണ്ടെങ്കിൽ കൈവരി വരുന്നില്ല, അവിടെ സേഫ്റ്റി ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ സേഫ്റ്റി ഉള്ള ഭാഗത്തിലൂടെ നമ്മൾ നടക്കാൻ ശ്രമിക്കുക. ഇവിടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കേട്ടോ, ഇതിലേ നമ്മൾ അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് നടന്ന് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ നേരെ നിൽക്കുന്നത് നമ്മുടെ ഹൈവേയുടെ, നാഷണൽ ഹൈവേയുടെ മുകളിലായിട്ടാണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത്. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കാണാം വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പാഞ്ഞ് പോകുന്ന വണ്ടികൾ നമുക്ക് മുകളിൽ നിന്ന് കാണുന്ന കാഴ്ച ഒരു സംഭവം തന്നെയാണ് കേട്ടോ. എൻ്റെ പൊന്നെ, ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോഴാണ് കേട്ടോ നമുക്ക് ഇതിൻ്റെ ഉയരം കറക്റ്റ് മനസ്സിലാവുന്നത്. അത്യാവശ്യം നല്ല ഉയരത്തിലാണ് കേട്ടോ നമ്മുടെ ഈ പാലം നിൽക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് കറക്റ്റായിട്ട് ഈ ഹൈവേയുടെ ഭംഗി, നമ്മുടെ നാഷണൽ ഹൈവേയുടെ